റബ്ബിനോട് നമുക്ക് ദുആ ചെയ്യണം. തൗബയുടെ വാചകങ്ങൾ ദുആയാണ്. തൗബയുടെ വാചകങ്ങൾ നമുക്ക് ഏറ്റു പറയണം. അല്ലാഹുവിന്റെ മുന്നിൽ ഖേദിച്ച് മടങ്ങണം. സംഭവിച്ചു പോയ തെറ്റുകളെല്ലാം റബ്ബിനോട് പൊരുത്തപ്പെടിക്കണം. നല്ല ഒരു തുടക്കത്തിലേക്ക് നമുക്ക് കടക്കണം. ഇൻഷാ അല്ലാഹ് റജബും ശഅബാനും കഴിഞ്ഞ് റമളാനിനെ നമുക്ക് സ്വീകരിക്കണം. റജബോടുകൂടെ നമ്മൾ നന്നാവുകയാണ്. റജബിലും ശഅബാനിലും റമളാനിലും ഇരതേ നോമ്പ് നോൽക്കുന്നവരുണ്ട്. അൽഹംദുലില്ലാഹ് 96 നോമ്പ് നോൽക്കുന്നവരുണ്ട്. നമ്മുടെ മദനീയം കുടുംബത്തിൽ എത്രയോ ആളുകളുണ്ട്. നാളെ മുതൽ അവർ നോമ്പ് ആരംഭിക്കുകയാണ്. 3 മാസം തുടർച്ചയായ നോമ്പ് നോൽക്കുന്നവരുണ്ട്. വലിയ പുണ്യമല്ലേ, വലിയ കഴിവല്ലേ, സാധിക്കുന്നവർക്ക് അല്ലാഹു നൽകുന്ന തൗഫീഖല്ലേ. റജബിലെ നോമ്പ്, ശഅബാനിലെ നോമ്പ്, റമളാനിലെ നോമ്പ്, അങ്ങനെ 3 മാസവും നോമ്പെടുത്തിട്ട് പരിശുദ്ധമായ ശവ്വാലിലെ ആദ്യത്തെ 6 നോമ്പ് ഒന്നിച്ച് എടുത്ത് അങ്ങനെ 96 നോമ്പെടുക്കുന്നവർ ഇടയിൽ ഒരു പെരുന്നാളിന്റെ ദിവസം മാത്രം ഒഴികെ. മാഷാ അല്ലാഹ്, എത്ര വലിയ ഭാഗ്യമുള്ളവരാണ്, എത്ര വലിയ തൗഫീഖുള്ളവരാണ്. അല്ലാഹു നമ്മളെ കബൂല് ചെയ്യട്ടെ, അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അങ്ങനെ നോമ്പ് നോൽക്കാൻ കരുതിയവർക്കും നിയ്യത്ത് ചെയ്തവർക്കും അങ്ങനെ മനസ്സ് വന്നവർക്കും അങ്ങനെ തീരുമാനിച്ചവർക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് തരട്ടെ. പിന്നെ ചില ആളുകൾക്ക് മരുന്ന് കഴിക്കുന്നവരുണ്ടാകും, അതുപോലെ പല യാത്രകളുള്ളവരുണ്ടാകും. അങ്ങനെയുള്ളവർക്കൊക്കെ അത് നോമ്പ് നോൽക്കാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. എന്നാലും കഴിയുന്ന ധാരാളം ആളുകൾ അങ്ങനെ നോമ്പ് നോൽക്കാറുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു അവർക്കൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ. ആ നോമ്പ് നോറ്റിട്ട് ദുആരക്കുമ്പോ നമ്മുടെ മദനീയം കുടുംബത്തിലെല്ലാവരെയും ആ ദുആകളിൽ ഉൾപ്പെടുത്തണമെന്ന് കൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് അങ്ങനെയല്ലെങ്കിലും റജബിലെ വ്യാഴം റജബിലെ തിങ്കള്, ശഅബാനിലെ വ്യാഴം ശഅബാനിലെ തിങ്കള്, അങ്ങനെയും നോമ്പ് നോൽക്കുന്നവരുണ്ട്. ഇൻഷാ അല്ലാഹ് റബ്ബ് നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ.